ഹലോ, അനുജയാണേ. എല്ലാവർക്കും അനുജ ബിജോയ് വ്ളോഗ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്രയല്ല, അതേപോലെ തന്നെ ഒരു ഫുഡ് വീഡിയോ അല്ല. അപ്പോൾ ഇന്ന് നമ്മളുടെ ഒരു ദിവസം എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോണത്. രാവിലെ തന്നെ നമ്മൾ ഏറ്റവും ഫ്രഷ് ആയിരിക്കാൻ ആദ്യം നമ്മൾ ജനലൊക്കെ തുറന്നിട്ടൊന്ന് പുറത്തെ ആ ഒരു കാറ്റും ഒക്കെ അറിയുമ്പോൾ നല്ലൊരു ഫ്രഷ് ഫീലായിരിക്കും രാവിലെ മുതലേ ഉണ്ടാവുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുക. കുറച്ച് നേരം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുമ്പോൾ ശരിക്കും ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ്. ഇനിയാണ് നമ്മളുടെ ഒരു ദിവസം തുടങ്ങുന്നത്. കലണ്ടറൊക്കെ മാറ്റിയിടുമ്പം തന്നെ നമുക്ക് ആ ഒരു ദിവസത്തിൻ്റെ ഒരു ഫീല് കിട്ടും. ഓരോ ദിവസവും വ്യത്യസ്തമായിരിക്കും ഓരോരുത്തർക്കും, എത്രത്തോളം നമ്മൾ പ്ലാൻ ചെയ്താലും. അപ്പം നമ്മൾ പാലൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വരാം. അപ്പം പുറമുള്ള കാഴ്ചകളും കൂടെ കാണിച്ചു തരാം. ഞങ്ങൾക്ക് ഇവിടെ ഇപ്പം ഞങ്ങൾ ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനടുത്തുള്ള മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അവിടെയുള്ള രാവിലത്തെ കാഴ്ചകളാണ് ഇതൊക്കെ. ചെറുതായിട്ട് മഴയുള്ളൊരു ദിവസവും കൂടിയാണ് കേട്ടോ അന്ന്. നമ്മൾ പാല് വാങ്ങാൻ പോകുന്ന വഴിയിലുള്ള പാലം ആണ്, പുഴയാണ് ഇതൊക്കെ. ഇത് കടലുണ്ടി പുഴയോട് ചേർന്ന ഭാഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ടുള്ള അറിവില്ല. മലപ്പുറത്ത് തന്നെയാണ് ഇതുള്ളത് സ്ഥലം. അപ്പോൾ രാവിലെ ഇവിടെ ഇപ്പോൾ കൊറോണേൻ്റെ ടൈമൊക്കെ ആയതുകൊണ്ട്, കോവിഡിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ അധികം ആളുകളൊന്നുമില്ല. സാധാരണ ഇവിടെ ജോഗിങ്ങിന് വരുന്ന ആളുകളും ഒക്കെ ഉണ്ടാവാറുണ്ട് രാവിലെ. മഴക്കാലം ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കാണുമ്പോൾ നല്ല പച്ചപ്പൊക്കെ കൂടെ നല്ല ഭംഗിയായിട്ടുണ്ട്. കഴിഞ്ഞ മഴക്കാലത്ത് നന്നായിട്ട് വെള്ളം പൊങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈവനിങ് സമയം ഈ പാറേൻ്റെ അവിടെ ഒക്കെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്, അതിലെ വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈവനിങ് ഒക്കെ നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പാലൊക്കെ വാങ്ങിയിട്ടുണ്ട്. മുകളിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മളെ ഒരു ദിവസം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ കുറച്ച് ഭക്ഷണ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും ഇന്നത്തെ വീഡിയോ പോകുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഇനിയുള്ള നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ നമ്മൾ കിച്ചണിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണത്, വിൻഡോയിൽ കൂടെ ഉള്ള. പാലിവിടെ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ പുട്ടാണ് ഇന്ന് സ്പെഷ്യൽ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ചെമ്പാവരീൻ്റെ പുട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് ചിരട്ടയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, കുക്കറിൽ വെച്ചിട്ട്. അപ്പോൾ ഇതിന് 3 കണ്ണുണ്ടാവില്ലേ, അതിലേതെങ്കിലും ഒരു കണ്ണ് നമ്മൾ അതിൽ ഹോൾസ് ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഡയറക്റ്റ് കുക്കറിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം വെച്ചിട്ട് കുക്കറിൽ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നനച്ച് വെച്ച പുട്ടുപൊടിയും ഇട്ടിട്ട് കുക്കറിലേക്ക് വെക്കുകയാണ് ചെയ്തത്. എനിക്ക് ഏറ്റവും ഈസി ഇങ്ങനെ ഉണ്ടാക്കുന്ന പുട്ടാട്ടോ. ഞാൻ വേഗം ഇങ്ങനെയുള്ളതാണ് ഉണ്ടാക്കുക. ചിരട്ടപ്പുട്ട് നമുക്ക് വേണമെങ്കിൽ മൂടി വെക്കുകയും ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. അത് പെട്ടെന്ന് തന്നെ ആവി വന്നോളും. അതിൻ്റെ കൂടെ നല്ല തേങ്ങ അരച്ച നല്ല ചെറുപയർ കറിയും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ചട്ടിയിൽ ഉണ്ടാക്കുന്നതാട്ടോ ഏറ്റവും നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. കുക്കറിൽ നമ്മൾ വേവിച്ചാലും ഞാൻ ഒന്നുകൂടെ ചട്ടിയിലേക്ക് ഇട്ടിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മളെ പുട്ട് റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഞങ്ങൾക്കിവിടെ അങ്ങനെ ചായ വലിയ നിർബന്ധമൊന്നുമില്ല. ഞാനും അതേ ചായയൊന്നും അധികം കുടിക്കാറില്ല. അപ്പോൾ മോൻ എന്താ ഉണ്ടാക്കി കൊടുക്കുകയെന്ന് വെച്ചാൽ മുത്താറി പൊടിയാക്കി വെക്കില്ലേ നമ്മൾ, അത് ഹോർലിക്സിൻ്റെ അതേപോലെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുക. അധികം കട്ടിയില്ലാതെ എങ്ങനെയാണോ ഹോർലിക്സിൻ്റെ ആ ഒരു ഇത് അതേപോലെ ആക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഹോർലിക്സ് കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ ആക്കി കൊടുത്താലും മതി. നല്ല കുറുകി അല്ലാണ്ട് നമുക്ക് വെള്ളം പോലെ ആക്കിയിട്ട് കൊടുത്താൽ മതി. അത് കട്ടിയായി പോകുന്നതിനാണ് ആദ്യം പാലിലൊന്ന് വെള്ളം പോലെ ആക്കിയത്, എന്നിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തതാണ് ഞാൻ. അപ്പോൾ അവിടെ കുടിക്കാനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. ഇനി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് വേണം നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാനുമുണ്ട്. അപ്പോൾ പുറമുള്ള കാഴ്ചകളൊക്കെയാണ് ഇനി കാണാൻ പോണത്. ഒരു ദിവസം നമ്മൾ എത്രയൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചാലും നമ്മളുടെ ആ ഒരു പ്ലാനിനനുസരിച്ചായിരിക്കില്ല വരിക. ആ ഓരോ മൊമെൻറ്റിനും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ മോനെയും കൊണ്ട് ചെറുതായിട്ടൊന്ന് പുറത്തൊക്കെ ഇറങ്ങി നടക്കാനുള്ളൊരു സമയവും കൂടെയാണിത്. അപ്പോൾ പുറമുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം ഇനി. അപ്പോൾ വേപ്പിൻ്റെ ഇലയും പേരക്കേൻ്റെ ഇലയും പറിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ വന്നത്. അപ്പോൾ അത് എന്തിനാന്നുള്ളത് വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമ്മളതൊക്കെ പറിച്ചിട്ടുണ്ട്. വരുന്ന വഴിയിലാണ് കേട്ടോ നമ്മൾ ആടിനെ കണ്ടത്. അപ്പോൾ ശരിക്കും ആടിനും നല്ല പേടിയുണ്ട്, നമുക്കും നല്ല പേടിയുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് അതിനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. ഇങ്ങനെ മൃഗങ്ങൾക്ക് എന്തെങ്കിലും തീറ്റ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ പടവ് കണ്ടോ നിങ്ങൾ? ഈ കരിങ്കല്ല് കൊണ്ട് തന്നെ ഈ മതിലിനോട് ചേർന്നുണ്ടാക്കിയ പടവാണിത്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ, ഇപ്പൊ ഒന്നും കാണാനില്ല. നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ഇതിലൂടെ തന്നെ ഫ്രണ്ടിലേക്ക് പോകാനാണ്. നമ്മൾ പറിച്ച വേപ്പിൻ്റെ ഇലയും അതേപോലെ പേരക്കേൻ്റെ ഇലയും ഒക്കെ ഉണ്ട്. അതേപോലെ നമുക്ക് ഒരു ഇലയും കൂടെ വേണം കേട്ടോ. ഇത് കുറുന്തോട്ടി എന്നാണ് പറയുക. എത്ര പേർക്ക് ഇല കണ്ടാൽ മനസ്സിലാവുണ്ടാവും. ഒരു പച്ച തണ്ടുള്ളതും ഉണ്ടാവും, അതേപോലെ ഒരു ഒരു കറുപ്പ് കളറുള്ള തണ്ടുള്ളതും ഉണ്ടാവും. അതിൽ പച്ചയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഞങ്ങളെ ഫ്ലാറ്റിൻ്റെ മുന്നിൽ തന്നെ പച്ചക്കറി വണ്ടിയും വരും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് അവിടെ നിന്ന് തന്നെ വാങ്ങാൻ പറ്റും, ഫ്രണ്ടിൽ തന്നെ വരും. അപ്പം ഞങ്ങൾ പുറത്തൊക്കെ പോയി വന്നിട്ടുണ്ട്. ഹാൻഡ് വാഷ് ഒരു ശീലമായിട്ടുണ്ട് ഇപ്പം, അതുകൊണ്ട് അവനത് കൃത്യമായിട്ട് ചെയ്തോളും. ഇനി നമ്മൾ ഈ പേരക്കേൻ്റെ ഇലയൊക്കെ നന്നായിട്ട് ചെറിയ ഇളം ഇലയാണ് എടുത്തത്, കഴുകി നന്നായിട്ട് എടുക്കുകയാണ്. ഇത് ചെറുതായി മുറിച്ചിട്ടിട്ട് തണിഞ്ഞ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് കുടിക്കും. നല്ലതാണ് അങ്ങനെ വെള്ളം കുടിക്കുന്നത്. അപ്പോൾ ആ ഒരു വെള്ളമാണ് കുടിക്കാൻ എടുക്കാറ് ഞങ്ങൾ. ഇതേപോലെ ചെറുതാക്കി മുറിച്ചിട്ടിട്ട് തണിഞ്ഞ വെള്ളത്തിൽ കുടിച്ചാൽ മതി. ഇനി നമുക്കുള്ള വാഷിംഗ് ആണ്. അപ്പോൾ ഇനി ഉച്ചത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുമ്പ് വാഷിംഗ് അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആറിടാനൊക്കെ സൗകര്യമാണ്. അപ്പോൾ നമുക്കിവിടെ സെക്കൻഡ് ഫ്ലോറിലായതുകൊണ്ട് തന്നെ
ഇവിടെയൊക്കെ ഇട്ട് ഉണക്കിയെടുക്കാനുള്ള സൗകര്യമാണുള്ളത്. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഉച്ചത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിന്ന് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ജീര റൈസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ജീരകം എടുത്തിട്ടുണ്ട്, അതേപോലെ പട്ട എടുത്തിട്ടുണ്ട്, ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, കുരുമുളക്, ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. അതിൽ കൂടുതലും ജീരകം എടുക്കണം. ജീരകമാണ് ഫ്ലേവർ മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ അത് നെയ്യ് ഇത് ഇവിടെ തന്നെ വീട്ടിലുണ്ടാക്കിയ നെയ്യ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും യൂസ് ചെയ്യുക. ആവശ്യത്തിനുള്ള നെയ്യും ഉപയോഗിക്കുക. അതിലേക്ക് റൈസ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഗീ റൈസൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ടാണ് നമുക്ക് വെജിറ്റേറിയൻസിനൊക്കെ ഇഷ്ടമാവും ഇത്. ഇതിൻ്റെ കൂടെ ദാൽ ഫ്രൈയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് നമുക്ക്. അപ്പോൾ ആവശ്യത്തിനുള്ള അരി ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്തതിലേക്ക് വെള്ളവും ചേർത്തിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ദാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉള്ളിയും തക്കാളിയുമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ദാൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് വറവിടുമ്പോൾ ഇത് 2 തരം മുളകാണ് കേട്ടോ. ഒന്ന് കാശ്മീരി മുളകും അതേപോലെ സാധാരണ വറ്റൽമുളകും. അതിൽ കാശ്മീരി വറ്റൽമുളക് വറവിലിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ജീര റൈസ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇനി ദാലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും വേണം. അതുപോലെ കോളിഫ്ലവറും ഉണ്ടൊന്ന് വറക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ദാലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം പച്ചക്കറികളൊന്നും ഇല്ലാണ്ട് നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടെയാണ് ഇത്. ജീര റൈസിനും ഗീ റൈസിനും ഒക്കെ നല്ല കോമ്പിനേഷനും ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഊണിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ജീര റൈസും അതേപോലെ ദാൽ ഫ്രൈയും കോളിഫ്ലവർ ഫ്രൈ ചെയ്തതുമാണ്. അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് ജീര റൈസൊക്കെ കഴിക്കാം. അപ്പോൾ ഞങ്ങൾ തന്നെയുള്ളൂ കേട്ടോ ഒന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട്. വാരിക്കൊടുക്കുന്നവന് തീരെ ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. ഒറ്റയ്ക്ക് ഒരു 2 ഉരുള തിന്നുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ. ഇനി ഞങ്ങൾക്ക് കളീൻ്റെ സമയമാണ്. ഞങ്ങൾക്ക് അതിന് എന്നെ വലിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പോൾ പാമ്പും കോണിയും കുട്ടികളെ കളിപ്പിക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ. അവർക്ക് നമ്പേഴ്സൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടും അത് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഏറ്റവും നല്ലൊരു കളിയാണ് നമുക്ക് പാമ്പും കോണി എന്ന് പറയുന്നത്. പണ്ട് മുതലേ നമ്മൾ കളിക്കുന്നതാണ്. അപ്പോൾ അവൻ്റെ കൂടെ ഇരുന്ന് കുറച്ച് സമയം അങ്ങനെ ഇരുന്ന് കളിച്ചു കൊടുക്കും. അതിൽ നമ്മളൊരു ചെറിയ കള്ളക്കളി കളിച്ചാൽ പോലും അവനത് കണ്ടുപിടിക്കും. ശരിക്കും അവൻ കണ്ടുപിടിക്കുമോ നോക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്നതുമാണ് കേട്ടോ.
പാമ്പും കോണിയിലും നമ്പേഴ്സ് ഇങ്ങനെ കണ്ടുപിടിക്കാൻ അവന് ഒത്തിരി പാടാണ്. അത് അവനെങ്ങനെ നോക്കി സമയം എടുത്തിട്ടാണ് അത് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ചുമരിൽ അവൻ്റെ കലാപരിപാടികളൊക്കെയാണ്. അതിന് നമ്മൾ പേസ്റ്റും ഡിഷ് വാഷും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കുകയാണ്, തുടച്ച്. ഇതാ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി അവനൊരു ഓലപ്പന്ത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഓല നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അപ്പോൾ പലർക്കും ഈ ഒരു കാലത്ത് ഓലപ്പന്ത് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. ഈ കുട്ടികൾക്ക്, ഈ ഒരു 5 വയസ്സിനുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അറിയില്ല എന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ശരിക്കും ഇതേപോലെ മടക്കിയെടുക്കുക, ആദ്യം ഒരു കെട്ടിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് 4 ഭാഗത്തേക്ക് മുടി പിന്നിയിടും പോലെ നമ്മൾ ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. 4ആയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അത് ഓരോ ഭാഗത്തേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ ശരിക്കും അത് മനസ്സിലാവും പറഞ്ഞു തരുന്നതിനേക്കാളും. അതുണ്ടാക്കി കഴിയുന്നത് വരെ അവനവിടെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഇങ്ങനെ നമ്മളെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കുമ്പോൾ അവർക്ക് കൂടുതൽ ഇഷ്ടമാണ്, നമ്മൾ വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും ഒക്കെ അവരുടെ കൺമുന്നിൽ നിന്ന് തന്നെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അവരുടെ ഓർമ്മയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമ്മൾ നേരത്തെ വേപ്പിൻ്റെ ഇല എടുത്തതെന്ന് പറഞ്ഞില്ലായിരുന്നോ, അതിൻ്റെ ഒരു കാര്യമാണ്. അതേപോലെ കുറുന്തോട്ടിയും എടുത്തിട്ടുണ്ടായിരുന്നു. കുറുന്തോട്ടി കൊണ്ട് നമ്മളൊരു ഷാമ്പു ആണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. കുറുന്തോട്ടീൻ്റെ ഇല ഇതേപോലെ ഇരിക്കും ഇല. അപ്പോൾ അതും കഞ്ഞിവെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഇലയ്ക്ക് വേണ്ട അത്യാവശ്യമുള്ള കഞ്ഞിവെള്ളം എടുക്കുക, എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ആ ഇലയോടുകൂടെ എടുക്കുക, എന്നിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് തലയിൽ യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഹെർബൽ ഷാമ്പുവും കൂടെയാണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ. അപ്പോൾ അതിൻ്റെ വ്യത്യാസം ശരിക്കും മനസ്സിലാവും. കുറച്ച് കഞ്ഞിവെള്ളവും അതേപോലെ ഉലുവയുമാണ് എടുത്ത് വെച്ച്, നമ്മൾ കുതിർത്ത് വെച്ച ഉലുവയും അതേപോലെ കഞ്ഞിവെള്ളവും കുറുന്തോട്ടീൻ്റെ ഇലയുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അരച്ചിട്ട് ഇതേപോലുള്ളൊരു പേസ്റ്റ് പരുവത്ത് കിട്ടും. അപ്പോൾ അതൊന്ന് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കഞ്ഞിവെള്ളം വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതേപോലെ ഉലുവേൻ്റെ വെള്ളവും. കാരണം ഇത്രയും കട്ടിയിൽ നമുക്ക് ആ ഷാമ്പു യൂസ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ഒന്ന് ലൂസാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് കിട്ടും. അത് ശരിക്കൊരു ഹെർബൽ ഷാമ്പു തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളൊരു ഹെർബൽ ഷാമ്പു കണ്ടില്ലേ. ഇനി നമുക്ക് ഫേസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ചിക്കൻ ബോക്സ് വന്ന ടൈമിൽ ഒരുപാട് പാടുകളൊക്കെ മാറിക്കിട്ടാൻ ഞാൻ യൂസ് ചെയ്തൊരു ഓയിൽമെൻ്റാണ് ഇത്. അതായത് സ്കിൻ ലൈറ്റ് ക്രീം എന്നാണ് ഇതിൻ്റെ ഇത്. വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ നെയിം ഞാൻ കൊടുക്കാം, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതേപോലെ ട്യൂബിലായിട്ട് നമുക്കിങ്ങനെ പ്രസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ നല്ല എഫക്റ്റീവായിരുന്നു. അപ്പോൾ അതിനേക്കാളും എനിക്ക് എഫക്റ്റീവായൊരു കാര്യം ആണ് നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ. മഞ്ഞളും അതേപോലെ തന്നെ പിന്നെ ആര്യവേപ്പിൻ്റെ ഇലയും കൂടെ നന്നായിട്ട് അരച്ചെടുത്തതാണ് ഞാൻ. അപ്പോൾ നമ്മൾ ഓൾസോ കലാമിൻ ലോഷനും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഈ 2 കാര്യങ്ങളാണ് ഞാൻ യൂസ് ചെയ്തത്. അതിൻ്റെ കൂടെ ഈ മഞ്ഞളും ആര്യവേപ്പിലയും കൂടെ അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം.
മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഐസ് ക്യൂബ് ഇടുന്ന അതിലേക്ക് നമ്മളിത് ഓരോന്നോരോന്നായിട്ട് ഓരോ ക്യൂബിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഓരോ ക്യൂബ് ഓരോ ദിവസം എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ അതേപോലെ ചെയ്ത് നോക്കൂ നിങ്ങൾ. പാടുകളൊക്കെ നന്നായിട്ട് മാറും. ചിക്കൻ ബോക്സിൻ്റെയോ അല്ലെങ്കിൽ മുഖക്കുരുവിൻ്റെയോ ഒക്കെ നമുക്ക് അതേപോലെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. ഫ്രിഡ്ജിലായതുകൊണ്ട് നമുക്ക് 1, 2, 3 ദിവസം വെക്കാനും പറ്റും. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പകൽ സമയവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി സന്ധ്യാസമയമാണ്. നമുക്ക് വിളക്ക് കത്തിക്കാനുള്ള ഇതും അതേപോലെ കുറച്ച് സമയം ഒരു മെഡിറ്റേഷനായിട്ട് ഇരിക്കാനുള്ളൊരു സമയമാണ്. അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ദിവസം എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോരോ വ്യത്യാസം ഉണ്ടാവും ദിവസങ്ങൾ. അപ്പോൾ എല്ലാവരും ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രിപ്ഷൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെയാകുമ്പോൾ ഇനിയുള്ള യാത്രകളിലും നിങ്ങൾക്ക് കൂടെ തന്നെ ഉണ്ടാവാൻ പറ്റും, നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.